അപ്പോൾ അവിടെ നിന്നിട്ട് ഈ രീതിയിൽ കൈ ഉയർത്തി കാണിക്കുന്നു. അദ്ദേഹം പാട്ടൊന്നും പാടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു കഥാപ്രസംഗത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. അപ്പോൾ ഈ നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇതിലുള്ള രേഖകളെടുത്തങ്ങ് വീശി ഈ അന്വേഷണ ഏജൻസികളെ ചമ്മിപ്പിക്കുക എന്ന് ചെയ്യുന്നതിന് പകരം ഇതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പ്രസംഗം നടത്താനായിട്ട് അദ്ദേഹം നിയമസഭയുടെ സമയം വെറുതെ വേസ്റ്റാക്കി എന്നാണ് പറയേണ്ടത്. ഈ കോർപ്പറേറ്റ് കാര്യ വകുപ്പ് ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് എത്രയും പെട്ടെന്ന് ക്യാപ്സൂൾ നിർമ്മാതാക്കൾ ശ്രീ ബാലൻ്റെ അടുത്ത് എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീ ബാലൻ്റെ ആ തെറ്റിദ്ധാരണ മാറണം. നമ്മൾ ഈ പറയുന്ന 6 പേരുടെ ടീമെന്ന് പറയുന്നതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ 3 പേരുമുണ്ട്. പിന്നെ 1 or 10 ഏജൻസി അന്വേഷിച്ചാലും ഒരേ കാര്യം തന്നെയല്ലേ ചോദിക്കാനുള്ളൂ, ഒരേ തെളിവ് തന്നെയല്ലേ കൊടുക്കാനുള്ളൂ. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് കണ്ടെത്താനാവാത്ത കാര്യം, ഈ പറയുന്ന ഈ ROCക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യം, അവർക്ക് 2 പേർക്കും കാണാൻ കഴിയാത്ത കാര്യം ഇനി അങ്ങ് കൊണ്ടുവന്ന് ഈ SFIയുടെ മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, അതിനോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരു അഡീഷണൽ സെൻറ്റൻസ് കൂടി എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഈ കാര്യമെല്ലാം പ്രൂവ് ആയില്ലേ. അപ്പോൾ കൈ ശുദ്ധമായിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ ശുദ്ധമാകേണ്ടത് മനസ്സാണ്. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ മകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് ഇറക്കിയിരുന്ന പ്രസ്താവനയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിരിയാണി ചെമ്പ്, കൈതോലപ്പായ, സ്വർണ്ണക്കടത്ത്, 100 തവണയ്ക്ക് മുകളിലായിട്ടുള്ള സിംഗപ്പൂർ യാത്ര, കമല ഇൻ്റർനാഷണൽ, പിന്നെ ടെക്നിക്കാലിയ, കൊട്ടാര സമാനമായിട്ടുള്ള വീട്, കാണുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നത് ഇദ്ദേഹമാണ്, തുടങ്ങിയ രീതിയിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്നും തന്നെ നമ്മളെ യേശില്ല. കാരണം മനസമാധാനമാണ് ഏറ്റവും പ്രധാനം, തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കൈ ഉയർത്തി അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രസ്താവനയിൽ തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനി കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നില്ല, KSIDC കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നില്ല, CMRL കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നില്ല എന്നതിൽ നിന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കൾക്കും മനസമാധാനമില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതിന് 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആരോപണം എന്താണ് എന്ന് പോലും ശ്രീ പിണറായി വിജയൻ സഭയിലെത്തുമ്പോൾ മറന്നു പോകുന്നു. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, അമ്മയുടെ റിട്ടയർമെൻറ്റ് കാശെടുത്താണ് മകൾ ബിസിനസ് തുടങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നു ഇവിടുത്തെ വിഷയം. എങ്ങനെയാണ് മകൾ ബിസിനസ് തുടങ്ങിയത് എന്നും അതിനാരാണ് പണം നൽകിയത്, അമ്മയാണോ എന്നുള്ളതായിരുന്നില്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ബിസിനസ് വൺസ് ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം അച്ഛൻ്റെ, പിന്നെ അമ്മ ചിത്രത്തിലില്ല, അച്ഛൻ്റെ ബന്ധുത്വം വഴിയാണ് ഈ മാസപ്പടി ബിസിനസ്സിൽ നിന്ന് നേടിയത് എന്നുള്ളതാണ് കുറ്റം. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അച്ഛനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം കൃത്യമായി വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ രീതിയിൽ കൈ ഉയർത്തി കാണിക്കുന്നു. അദ്ദേഹം പാട്ടൊന്നും പാടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു കഥാപ്രസംഗത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. അപ്പോൾ ഈ നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇതിലുള്ള രേഖകളെടുത്തങ്ങ് വീശി ഈ അന്വേഷണ ഏജൻസികളെ ചമ്മിപ്പിക്കുക എന്ന് ചെയ്യുന്നതിന് പകരം ഇതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പ്രസംഗം നടത്താനായിട്ട് അദ്ദേഹം നിയമസഭയുടെ സമയം വെറുതെ വേസ്റ്റാക്കി എന്നാണ് പറയേണ്ടത്. ഇതിൽ ഈ മനസമാധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷേ മനസമാധാനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ഈ അമ്മയും അച്ഛനും ഒക്കെ തമ്മിൽ മാറിപ്പോകുന്നത്. ഇനി മനസമാധാനം പാർട്ടിയിലുള്ള പല ആൾക്കാർക്കും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാക്കുന്നത് ശ്രീ AK ബാലനാണ്. ഇപ്പോൾ അതും നമ്മൾ കണ്ട ഒരു ബൈറ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു 3-അംഗ ടീം അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 6-അംഗ ടീം അന്വേഷണം നടത്താനായിട്ട് വരുന്നു, ഇതൊരു അവഹേളനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തിനാണ് 2 ടീം എന്ന രീതിയിലാണ് ബേജാറായിക്കൊണ്ട് ശ്രീ ബാലൻ ചോദിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോർപ്പറേറ്റ് കാര്യ വകുപ്പ് ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് എത്രയും പെട്ടെന്ന് ക്യാപ്സൂൾ നിർമ്മാതാക്കൾ ശ്രീ ബാലൻ്റെ അടുത്ത് എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, I am directed to refer to the subject above mentioned. അത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം 3 വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. ആ 3 വ്യക്തികൾ, ഒന്ന് ശ്രീ വരുൺ BS, ഡെപ്യൂട്ടി ROC ബാംഗ്ലൂർ, 2 KMS ശങ്കർ നാരായണൻ, ഡെപ്യൂട്ടി ഡയറക്ടർ RDSR, ആൻഡ് ശ്രീ A ഗോകുൽനാഥ് ROC പുതുച്ചേരി. ഈ 3 ആൾക്കാരെ ഈ SFIയുടെ എൻക്വയറിയുമായി ബന്ധപ്പെടുത്തി അതിലേക്ക് കൊണ്ടുപോകുന്നു, അതിലേക്ക് എടുക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉത്തരവാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനർത്ഥം മുൻപ് ഈ 3 ആൾക്കാർ ചേർന്നിട്ടാണ് അദ്ദേഹം ഈ ശ്രീ ബാലൻ പറയുന്ന എൻക്വയറി എന്ന് പറയുന്നത് നേരത്തെ ഈ പറയുന്ന 3 ആൾക്കാർ ചേർന്നതാണ്. അപ്പോൾ ആ 3 ആൾക്കാർ ചേർന്നിരിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഒരു ടീം അവിടെ ഉണ്ട്. ആ ടീമിനെ ഈ പറയുന്ന ലാർജർ ടീമിലേക്ക് അങ്ങ് സബ്സ്യൂം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേര് നോക്കാം. ഇപ്പോൾ അതിൽ വന്നിട്ടുണ്ടല്ലോ, പ്രസാദ് അഡല്ലി,
എം അരുൺ പ്രസാദ്, കെ പ്രഭു, അത് കഴിഞ്ഞിട്ടുള്ള 3 പേര് ഗോകുൽനാഥ്, KMS നാരായണൻ, വരുൺ BS എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രീ ബാലൻ്റെ ആ തെറ്റിദ്ധാരണ മാറണം. നമ്മൾ ഈ പറയുന്ന 6 പേരുടെ ടീം എന്ന് പറയുന്നതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ 3 പേരുമുണ്ട്. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായ രീതിയിൽ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇതിലൊരു കണക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഇത് പറയുകയാണ്. ഇതിലൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ അദ്ദേഹം പറയുന്നതിന് നമുക്ക് ലിറ്ററൽ സെൻസിൽ അങ്ങ് എടുക്കാം. അദ്ദേഹം പറയുന്നത് ഒരു വാദത്തിന് നമുക്ക് അംഗീകരിക്കാം. ശരി, ഇവിടെ ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു 2 ടീമിനെ അങ്ങ് കൊണ്ടുപോകുന്നു. ആ ടീമിൽ ഒരേ ആൾക്കാരായിക്കോട്ടെ 2 ആൾക്കാരായിക്കോട്ടെ 2 ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നു. അതിലിവർക്ക് എന്താണ് ഈ ബുദ്ധിമുട്ട്? എന്നു മുതലാണ് ഈ ബുദ്ധിമുട്ട് ഇവർക്ക് ആരംഭിച്ചത്? തനിക്കും തൻ്റെ സർക്കാരിനുമെതിരെ EDയോ CBIയോ കസ്റ്റംസോ DRIയോ ഏത് കേന്ദ്ര ഏജൻസികൾ വേണമെങ്കിലും ഇവിടെ വന്ന് കൂട്ടായിട്ടുള്ള അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് മുൻപ് കേന്ദ്രത്തിന് കത്തയച്ച ആളല്ലേ ശ്രീ പിണറായി വിജയൻ. ആ സമയത്ത് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കതയാണ്, അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരല്ലേ ഇവരെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 2 ടീം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലും അവരെ ബേജാറാക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം പറഞ്ഞതുപോലെ ആരുടെ കൈകളാണ് ശുദ്ധം, ആർക്കാണ് മനസമാധാനമില്ലാത്തത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയണം. അപ്പോൾ അത് അറിയണമെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു എൻക്വയറി ഇവിടെ ഉണ്ടാകണം. 1 or 10 ഏജൻസി അന്വേഷിച്ചാലും ഒരേ കാര്യം തന്നെയല്ലേ ചോദിക്കാനുള്ളൂ, ഒരേ തെളിവ് തന്നെയല്ലേ കൊടുക്കാനുള്ളൂ. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് കണ്ടെത്താനാവാത്ത കാര്യം, ഈ പറയുന്ന ഈ ROCക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യം, അവർക്ക് 2 പേർക്കും കാണാൻ കഴിയാത്ത കാര്യം ഇനി അങ്ങ് കൊണ്ടുവന്ന് ഈ SFIയുടെ മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, അതിനോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരു അഡീഷണൽ സെൻറ്റൻസ് കൂടി എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഈ കാര്യമെല്ലാം പ്രൂവ് ആയില്ലേ? അത് പ്രൂവ് ആവുന്നതിന് പകരം നിയമസഭയിൽ കഥാപ്രസംഗം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സർക്കാരിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും തന്നെ അർഹമായിട്ടുള്ള പണം അത് അനാവശ്യമായിട്ട് ഇങ്ങനെ വിനിയോഗിക്കുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രീതിയിൽ, നാഥനില്ലാത്ത രീതിയിൽ അതിങ്ങനെ പോകുന്നു. ലാഭം എന്ന കണക്കിൽ കരുതാൻ പറ്റുന്ന പണം ബിസിനസ്സിലെ ചിലവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് ഞങ്ങൾക്കതിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, ഞങ്ങളിതിൻ്റെ ഡേ ടു ഡേ മോണിറ്ററിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഇത് പോവുകയാണ്. അഡ്വക്കേറ്റ് വൈദ്യനാഥൻ എന്ന് പറയുന്ന ഇപ്പോൾ KSIDCക്ക് വേണ്ടിയിട്ട് ഈ കേസ് എടുത്തിരിക്കുന്ന ആൾ, അദ്ദേഹം ഒരു കത്തയച്ചു എന്ന് പറയുന്നു. ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ വേണമെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 സിറ്റിംഗ് ആകുമ്പോഴത്തേക്ക് 1 കോടി രൂപയാണ്. ഇവിടെ ഈ കേസിലുള്ള പണമെന്ന് പറയുന്നത് ഏതാണ്ട് 1.25 കോടി രൂപയാണ് ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള തുക. കോടികൾക്ക് പോലും പ്രത്യേകിച്ച് വിലയില്ലാത്ത ഒരു സമയത്താണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ അസംബ്ലിയിൽ വന്നിട്ട് പറയുന്നത് മകൾക്ക് അവളുടെ അമ്മ നൽകിയിരിക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നിന്നാണ് ഈ കമ്പനി തുടങ്ങുന്നത് എന്ന്. ആ തുക എത്രയാണ്? 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു വലിയ തുകയാണ് എന്ന് തോന്നും. കൃത്യമായ രീതിയിൽ നിങ്ങൾ മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു അവരുടെ മകൾക്ക് കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പറയുന്ന കൈകളെ ശുദ്ധമാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. കാരണം ഇംഗ്ലീഷിൽ തന്നെ ഒരു യൂസേജ് ഉണ്ട്, ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡേർട്ടി എന്ന് പറഞ്ഞു. അത് മോശമായിട്ടുള്ള ഒരു പ്രയോഗമല്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവുക. എല്ലാ കാര്യങ്ങളിലും ഒരു ജൂനിയറായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യുന്നു, അതിലൊക്കെ ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അതിനെല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ഈ ഗെറ്റിംഗ് യുവർ ഹാൻഡ്സ് ഡേർട്ടി എന്ന്. അപ്പോൾ കൈ ശുദ്ധമായിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ ശുദ്ധമാകേണ്ടത് മനസ്സാണ്. അപ്പോൾ മനസ്സ് ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും ഗീർവാണമൊക്കെ അടിക്കുന്നതിന് പകരം ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ, ഇന്ന സർവീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആ സർവീസ് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ ഇന്ന രേഖകളെല്ലാം ഉണ്ട്. അല്ലാതെ ഈ കമ്പനിയുടെ ക്യാപിറ്റൽ എവിടെ നിന്ന് വന്നു, ആ ക്യാപിറ്റൽ ആര് കൊടുത്തു, ആ ആളിന് എന്ത് രീതിയിലുള്ള ബെനിഫിറ്റായിട്ടാണ് അത് കിട്ടിയത്, ഇതൊക്കെ ഇവിടെ അറിഞ്ഞിട്ട് ആർക്ക് എന്ത് ചെയ്യാനാണ്?